റെനോ ഫാത്തിമന്റെ ഉമ്മ അങ്ങനെ, റെനോ ഫാത്തിമന്റെ ഉമ്മ ഇങ്ങനെ, ഈ തള്ളന്റെ മോളല്ലേ, ഈ തള്ളന്റെ തന്നെ വളർത്തു ദോഷം, ഈ തള്ള എങ്ങനെയല്ലേ, ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? എന്റെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിക്കണോ? കുറെ ആൾക്കാർ പറഞ്ഞു തള്ളന്റെ നല്ല മോള്, തള്ളന്റെ ദോഷം, തള്ള അങ്ങനെ ആയിട്ടാ, തള്ള എങ്ങനെ ആയിട്ടാണ്. എന്തിനാണ് ഞാൻ ചോദിക്കങ്ങട്ട്, എന്തിനാ? എനിക്കതന്നെ ചോദിക്കാനുള്ള, എന്തിനാണ് ഇവരെ ഇങ്ങനെ ആളുകള് വളർത്തുദോഷാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്? എനിക്ക് തീരെ അങ്ങോട്ട് കത്തിയില്ല. പിന്നെ ഞാനിവിടെ വീഡിയോ ഒക്കെ മുഴുവൻ കണ്ടപ്പോ കുറെയൊക്കെ എന്തൊക്കെയോ അവിടെ ഒക്കെ കിടക്കുന്നതായിട്ട് തോന്നിട്ടോ, അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഞാൻ ആ കമന്റ് ഇടുന്ന ആളുകളോട് യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കളെ വളർത്തി വലുതാക്കുമ്പോ അവര് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ യഥാർത്ഥ സ്വഭാവമാണ് അവർ കാണിക്കുന്നത് എന്ന് ഇങ്ങനെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും എല്ലാം ഈ ഒരു തള്ളയുടെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നു എന്ന രീതിയിലുള്ള ഡയലോഗ്, അത് എനിക്കും ഉമ്മച്ചി പറഞ്ഞ പോലെ തോന്നി. എന്തായാലും ഉമ്മച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കാം. ഇത്ര മാത്രം വെറുക്കാന് എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? അല്ല പിന്നെ, അത് വല്ലാത്തൊരു ചോദ്യമാണ് അല്ലെ. പ്രായത്തിൽ മൂത്ത ആളുകളെ റെസ്പെക്ട് കാണിക്കാതിരിക്കുക എന്ന് പറയണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ കൂടെയുള്ള ആളുകളെ പട്ടി എന്നൊക്കെ വിളിക്കുന്നതും നല്ല കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ കലപിലാന്ന് കൂട്ടുന്നതൊക്കെ വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഈ വ്യൂവേഴ്സായ ആളുകൾക്ക് അരോചകം ഉണ്ടാക്കുന്ന പലതും കാണിച്ചു കൂട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ ആ ഒരു സ്പൂണ് വായിലിട്ട് ഇളക്കി വീണ്ടും അത് ഇട്ട് ഇളക്കിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. വളരെ വളരെ നല്ല കാര്യങ്ങളാണ് ഉമ്മച്ചി അവിടെ റന ചെയ്യുന്നത്. പിന്നെ നമ്മളെ മക്കളും നമ്മളെ വേണ്ടപ്പെട്ട ആളുകളെയും നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുമല്ലോ. അത്രേ ഞങ്ങൾ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. റെസ്പെക്ട് ഇല്ല, തെറിയാ നിങ്ങളെ മോള് വിളിക്കുന്നത്. വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാ മതി, എല്ലാവർക്കും ഉള്ളതാണ്. അതന്നെ, അതെന്താണ് അങ്ങനെ പറയുന്നത്? പാപ്പ എടാന്ന് വിളിച്ച തിരിച്ച് പോടോ എന്ന് വിളിക്കാണതൊക്കെ നല്ലതാന്നല്ലേ പറയുന്നത്. നല്ലൊരു മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടും നിങ്ങൾ എന്താണ് റനയെ സപ്പോർട്ട് ചെയ്യാത്തത്? ഉമ്മച്ചി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അല്ലെ, നല്ല നല്ല കാര്യങ്ങളല്ലേ അവിടെ ചെയ്തിട്ടുള്ളത്. റെസ്പെക്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിട അവരെ ബാപ്പനും ഉമ്മയും. വളർത്തുദോഷം അതേത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ? അതൊന്നും നമുക്കറിയില്ല. ഇതിപ്പോ അയൽപക്കത്തുള്ള കുട്ടികളെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ റെസ്പെക്ട് ഇല്ലായ്മയോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലത്തെ രക്ഷിതാക്കളോട് വന്നിട്ട് ആരെങ്കിലും ഒന്നും പറയാനില്ല. അത് സ്വന്തം മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളോടാണ് അങ്ങനെ പറയാ. ഇത് എന്താണ് ലോജിക് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്റെ ഉമ്മച്ചി. പിന്നെ നിങ്ങൾ പറയുന്ന വളർത്തുദോഷം, എന്റെ മോക്ക് ഒരു വളർത്തുദോഷവും ഇല്ല, നല്ല പോലെ വളർന്ന മോളെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഉമ്മ അയഞ്ഞാടാൻ വിട്ടതാണ് മോളേന്ന്. എന്റെ മോള് അയഞ്ഞാടാൻ പോയിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനതൊന്നും എവിടെയും കണ്ടിട്ടില്ല. അഴിഞ്ഞാടാൻ വിട്ടുന്ന കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല, അല്ല കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, അതെല്ലാ വാക്കിലും കിടക്കുന്നുണ്ട്, റെസ്പെക്ട് ഇല്ല. അത് അങ്ങനെയാണെന്നുള്ളത്. പിന്നെ അഴിഞ്ഞാട്ടവും മറ്റു കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്റെ വീട്ടിലെ ചുറ്റുവട്ടത്തൊന്നും ഞാൻ കാണാത്തൊരു കാര്യം പലയിടങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അതൊന്നും ഞാൻ അതിനെ കൂട്ടി വെക്കുന്നില്ല. ഒരു 10 +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള പ്രണയം, എന്നിട്ട് വീട്ടുകാരതിനെ സമ്മതിക്കുക, എന്നിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കുക, അതൊക്കെ ഞാൻ ഇപ്പൊ തന്ത വൈബാവും ചിലപ്പോ എനിക്ക്. അതുകൊണ്ടാവും ചിലപ്പോ എനിക്കതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കറിയാം എന്റെ മോളെ, അവളെ ബാപ്പക്കറിയാം, അവളെ ഫാമിലിക്ക് അറിയാം, അവളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അവളെ ഫ്രണ്ട്സിനറിയാം. ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് എല്ലാവരും ഇന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അവർക്കൊക്കെ അറിയാം, നമുക്കിപ്പോ അറിയാം. അത്ര ഞങ്ങൾ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ മോൾ അഴിഞ്ഞാടുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ ഇവരെന്താണ് ഈ അഴിഞ്ഞാടുന്ന കാര്യമൊക്കെ പറഞ്ഞത്. ഞാൻ കമന്റിലൊന്നും അങ്ങനെ വൃത്തികേടുകൾ കണ്ടിട്ടുമില്ല. ഈ ഉമ്മച്ചി ഇപ്പൊ ആർക്കും അറിയാത്തൊരു കാര്യം വീണ്ടും അറിയിക്കുന്നത് പോലെ, അതായത് ഇങ്ങനെയൊക്കെ ചർച്ച നടക്കുന്നിട്ടാന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും അത് കുത്തിപ്പൊക്കി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അത് എനിക്കതൊരു മോശമായിട്ട് തോന്നിയിട്ടാ. ഉമ്മ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്വന്തം മക്കളെ കുറിച്ചിട്ടൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ പറയും, വൃത്തിയോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്തിനാണ് അത് വീണ്ടും വീണ്ടും ഒക്കെ പറയുന്നത്? എനിക്കെന്തായാലും ആ ഒരു വാക്കുകളോടൊന്നും യോജിപ്പില്ല. അതൊക്കെ വൃത്തിയായിട്ട വാക്കുകളാണേ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വിശ്വസിക്കേ, കാണാതെ വിശ്വസിക്കല്ലേ.
വീഡിയോയിൽ കാണുന്നതല്ലേ നിങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ സിനിമയിൽ നടക്കുന്നത് ലൈഫായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അത് ജീവിതമാണോ? അല്ല. അപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് മൊത്തം അതൊന്നും റിയൽ അല്ല കേട്ടോ. ഒക്കെ നമ്മളെ തോന്നല. അത് മോഹൻലാലിന്റെ സിനിമയില് പറയുന്നുണ്ട്, കണ്ടത് നിജം, കാണാത്തത് എന്താ അത് പൂജ്യം, അങ്ങനെ എന്തൊരു സാധനം. അതെന്തായാലും നിൽക്കട്ടെ. അപ്പൊ ബിഗ് ബോസിലൂടെ ഇപ്പൊ രണയുടെ ആ ഒരു ക്യാരക്ടർ അവിടെ കാണിക്കുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവിടെ പട്ടി എന്ന് വിളിച്ചതും അച്ഛനെ എടാ എന്ന് വിളിക്ക എന്നൊക്കെ പറഞ്ഞതും ആ അരോചകമായ ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും ഒരു തരത്തിലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്തോ തോന്നിയതാണ്, അതൊന്നും സംഭവിച്ചിട്ട് പോലുമില്ല. വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് അവള് വേണ്ടാത്ത വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, അവള് ചെയ്യൂല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ, അത്ര ഞാൻ ആ ഒരു കാര്യത്തിന് പറയുന്നുള്ളൂ. പിന്നെ റെസ്പെക്ട് എന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൾ 19 വയസ്സാ, അവളെ ഏജാണ് നിങ്ങൾ ഓരോരുത്തരും ജലസാക്കുന്നത്. നല്ലൊരു കാര്യം ചോദിക്കട്ടെ, ഈ 19 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ ഈ ഒരു ഏജിൽ വന്ന് നിൽക്കുന്നത്. അതായത് 19 വയസ്സിൽ എത്തിയിട്ടില്ല, 18 കഴിഞ്ഞ് നമ്മൾ ചാടി പോവാണോ? എന്താ മനസ്സിലായില്ല, എനിക്കത് മനസ്സിലായില്ല. ആളുകൾക്ക് ജലസ് തോന്നുന്നത് 19 വയസ്സാണ് അവൾക്ക് എന്നുള്ളത് കൊണ്ടാണെന്നുള്ളത്. എന്റെ പൊന്നുമ്മച്ചി, ഞങ്ങളും ആ പ്രായം കഴിഞ്ഞ് വന്നതാ. ആ പ്രായം കഴിഞ്ഞ് വന്ന ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു കാമുകനും കാര്യങ്ങളൊന്നും ഇല്ല. അതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 19 വയസ്സ് കഴിഞ്ഞ എന്റെ പെങ്ങന്മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, എന്റെ മക്കൾക്കൊന്നും 19-18 വയസ്സിൽ ഇങ്ങനെ ഒരു കാമുകൻ ഉണ്ടെന്ന് പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല എന്നുള്ളത്. ഇത് ഞാനൊരു തെറ്റായിട്ടൊന്നും പറയല്ല കേട്ടോ ഉമ്മച്ചി ഞാൻ രീതിയിൽ എടുക്കണ്ട. കാരണം വിശാല മനസ്കതയുള്ള ആളുകൾക്ക് വിശാലമായിട്ടൊന്ന് ചിന്തിക്കാവുന്നതാണല്ലോ. അതവിടെ നിൽക്കട്ടെ. കുറെ പേര് അവർക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നത്, നല്ലതെന്നാ പറയും. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്റെ മോള് എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ ആളുകളെ താല്പര്യല്ലേ, വെറുക്കലും വെറുക്കാതിരിക്കലൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഡാറ്റ നമ്മൾ പണി കൊടുത്തുണ്ടാക്കുന്ന പൈസ വെച്ചിട്ടാണല്ലോ ഈ ഡാറ്റ എടുക്കുന്നത്. വീട്ടില് വൈഫൈ ആണെങ്കിലും പൈസ വേണേ, മൊബൈൽ ഫോണിലാണെങ്കിലും പൈസ വേണേ. അങ്ങനെ ഹോട്ട്സ്റ്റാറിൽ 24/7 3 മാസം 150 ഉറുപ്പിക വെച്ചിട്ട് അടച്ചിട്ട് നമ്മൾ കാണുന്ന പരിപാടിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അവിടെ നിങ്ങളുടെ മക്കളാണെന്നോ അവരുടെ മക്കളാണെന്നോ ആരും നോക്കില്ല. ആളുകൾ കമന്റ് ഇടും, ആളുകൾ അഭിപ്രായം പറയും. അതിലെന്ത് പറയാനാ? തെറ്റ് മാത്രമേ കണ്ടെത്തുന്നുള്ളൂ വിചാരിച്ചാല് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കൂടുതൽ ആളുകളും നെഗറ്റീവാ പറയുന്നത്. ഞാൻ രണയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആട്ടെ, എല്ലാവരും നെഗറ്റീവ് തന്നെ പറയുന്നത്. അവൾ എന്ത് തെറിയാ വിളിക്കുന്നത്? പോടി പട്ടിന്നോ? ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഇതില്ലേ, ഒരു ഉത്തരവില്ലേ? ഞങ്ങൾ എന്തിനാണ് അതിനൊക്കെ ഉത്തരം പറയുന്നത്? അത് ഉത്തരം പറയേണ്ടത് ബിഗ് ലൂസ് അല്ലേ? ബിഗ് ലൂസ് ഇടക്ക് വന്നിട്ട് പറയുന്നുണ്ടല്ലോ. പിന്നെ പട്ടി എന്ന് അവള് വിളിക്കുന്നുണ്ട്, അതിനേക്കാൾ വലുത് അപ്പുറത്ത് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പട്ടി വിളിയെ ഒരിക്കലും നമുക്ക് തെറിയല്ല എന്ന് പറഞ്ഞ് താഴ്ത്താൻ പറ്റില്ലല്ലോ. ഏത് 19 വയസ്സ് ഇടക്കിടക്ക് പറയുന്നത് കൊണ്ട് പറയുന്നതാ കേട്ടോ. നിങ്ങളെ വീട്ടിലാണ് ഈ സ്വന്തം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും? ഈ ബിഗ് ബോസിൽ പോയ എല്ലാവരും നല്ലതാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരും മനസ്സിലാക്കുക, എല്ലാവരും നല്ലതാ. എല്ലാവരും അവരെ കുടുംബത്തിൽ നിന്നും വരുന്നത്, എല്ലാവരും നല്ല ആൾക്കാർ. അവിടെ ഉള്ള 20 കണ്ടസ്റ്റൻസും എല്ലാവരും നല്ലവരാ. ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ, ഈ 20 കണ്ടസ്റ്റന്റിന്റെ വീട്ടിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഈ ബിഗ് ബോസിൽ നിന്നാണ് കാണുന്നത്. 20 ആളും വ്യത്യസ്ത രീതിയിൽ വെറുപ്പ് സമ്പാദിച്ചവർ തന്നെയാണ്. സ്നേഹം സമ്പാദിച്ചിട്ടില്ല എന്നേ പറഞ്ഞത്, പക്ഷെ വെറുപ്പാണ് ഏറ്റവും കൂടുതൽ ഇവർ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഏറ്റവും മോശമാണ് ഇപ്രാവശ്യത്തിന് എല്ലാവരും പറയുന്നുണ്ട്. അതിനർത്ഥം കോണ്ടസ്റ്റന്റ് ഒക്കെ വളരെ നല്ലതാണെന്നല്ല, മോശമാണെന്നുള്ളതാ. ഇവരൊക്കെ നല്ലതാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയില്ല ഇവരാരെയും, പേഴ്സണലി ഞങ്ങൾക്കറിയില്ല. പക്ഷെ ബിഗ് ബോസിലൂടെ അവർ തരുന്ന അവരുടെ റിയൽ ആയിട്ടുള്ള മുഖങ്ങൾ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലവരാണോ കെട്ടവരാണോ എന്നുള്ളത്. ഇനിയിപ്പോ മൂന്നാമതൊരാളത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എന്റെ കണ്ണിലൂടെ കാണുന്നതും എന്റെ തലയിൽ കേറുന്നതും മറ്റുള്ള ആള് കടന്നു വന്നിട്ട് വേണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാക്കല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടു പഠിക്കുക. ഗെയിമാണ് അത്, ഗെയിം കളിക്കാനാണ് പോകുന്നത്. ബിഗ് ബോസ് എന്ന ഗെയിം മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഗെയിം. ഓക്കെ, ശരി. അറിയില്ലായിരുന്നു, ഇത്ര ദിവസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല. അപ്പൊ റെനയെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലാതെ എടുക്കണം കേട്ടോ ഉമ്മച്ചി. റെന അവിടെ കരഞ്ഞു കഴിഞ്ഞാലൊന്നും വിചാരിക്കരുത് മറ്റുള്ള ആളുകൾ ഗെയിമാണ് കളിക്കുന്നത്,
അവര് പരമാവധി പ്രൊവോക്ക് ചെയ്യും. ഇപ്പൊ മസ്താനി വന്നിട്ട് എന്തൊക്കെയോ കഥകൾ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതിന്റേതായ ഒരു വലിയ കരച്ചിലും ബീച്ചിലും അവിടെ കണ്ടു. ഗെയിമായിട്ട് ഉമ്മയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉമ്മക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഗെയിം ആണല്ലോ അവിടെ. അവിടെ പലതും സംഭവിക്കില്ലേ? ഗെയിമായിട്ട് എടുക്കും ഉമ്മച്ചി. എക്സ്പ്ലനേഷൻ ആയിട്ട് ഒന്നും വരേണ്ട കാര്യമില്ലേ ഇതില്? ഇപ്പൊ ഫുള്ള് മാലിബ്, ആലിബ് ആലിബ് ആലിബ്. ആലിബ് എന്ന വ്യക്തിക്ക് റെന എന്താണെന്ന് അറിയാം, റെനക്ക് ആലിബ് എന്താണെന്ന് അറിയാം. റെനി ആലിബും ആ പഠിച്ചവനെ അവർക്ക് വേണ്ടി ഒന്നാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ താക്കിയതായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇന്നിതുവരെ റെനക്ക് ആലിബും ആലിബിന് റെനി ജീവന്റെ ജീവനാ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇവിടെയും റെന ആലിബ്, ആലിബ് റെന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഉമ്മാനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നില്ല. ഈ പെൺകുട്ടി വെച്ചാൽ അവിടെ പോയിന്റ് ശേഷവും വീട്ടുകാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ആകെ ഈ ഒരു പയ്യന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒക്കെ ആവട്ടെ. ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ എന്തോ. ഇവർ രണ്ടുപേരും പരസ്പരം മറന്നുകൊണ്ട് ഒന്നും ചെയ്യൂല. ഈ രണ്ട് മക്കളെ, റെനന് ഞങ്ങളെ വീട്ടായിരിക്കും, അവളെ വീട്ടായിരിക്കും വിശ്വാസമാണ്, ആലിബിന് അവന്റെ വീട്ടായിരിക്കും വിശ്വാസമാണ്. നമ്മളെ മക്കളെ നമ്മളത് വിശ്വസിക്കാൻ പഠിക്കണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അത് ഒന്നാമതായിട്ട് പറയുന്നു. രണ്ടാമത് വീഡിയോ കാണുന്ന രക്ഷിതാക്കളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മക്കള് 18 വയസ്സും 17 വയസ്സും 19 വയസ്സിലൊക്കെ പ്രേമമുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ഏത് തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. വേണമെങ്കിൽ ഈ രീതിയിൽ അവരൊരുമിച്ചോട്ടെ എന്ന് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ അവരൊരു നല്ല രീതിയിൽ എത്തിയതിന്റെ ശേഷം കല്യാണം കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ പാട്ടിന് നടന്ന് റീൽസ് ഇടാനോ കറങ്ങി തിരിയാനോ ടൂർ അടിച്ച് നടക്കാനോ ഒക്കെ നിങ്ങളുടെ താല്പര്യം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ സ്വന്തം മക്കൾ, ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ പറയുന്ന എല്ലാരും മക്കളും നല്ലതാണോ? നല്ലതാണോ? നിങ്ങൾ അറിയിക്കാതെ അവരെവിടൊക്കെ പോകുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിപ്പോ എന്താ ഉമ്മച്ചി അങ്ങനെ ഒരു കാര്യം? നല്ലതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോ ഉമ്മച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംശയം ഉണ്ടാവൂല ചിലപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ. അത് ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? അല്ല, നല്ലതാണോ എന്ന് ചോദിച്ചതാണ്. എന്റെ മോള് എന്നോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇങ്ങനത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവൾക്ക് ആ ബോയ് ഫ്രണ്ട് അല്ലേ ഉള്ളൂ. അവൾക്ക് ആ ബോയ് ഫ്രണ്ട് അല്ലേ ഉള്ളൂ? ഇതെന്താ ഏകവചനം ഒരു ഡബിൾ വചനത്തിലേക്കുള്ള ഒരു ചോദ്യചിഹ്നം ഇട്ടേച്ച് എനിക്ക് മനസ്സിലായില്ല. സാധാരണ നിലയ്ക്ക് ഇപ്പൊ എന്റെ മകള്, എനിക്ക് മകളൊന്നും ഇല്ല എന്നാലും പറയാം, എന്റെ മകള് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളുടെ മകള് ഒരു 19-18 വയസ്സുള്ള മകളാണെന്ന് കൂട്ടുക. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഒരുമിച്ച് പഠിക്കുന്നതാണ്, നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്തേക്കൊന്ന് അടി അടിക്കും, ചിലപ്പോൾ പറയും ആയിക്കോട്ടെ മോളേന്ന്. പല ആളുകളും പല രീതിയിലായിരിക്കും എന്നുള്ളതാ. എന്നാൽ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാട്ടോ. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അവൾക്ക് ഇഷ്ടം എന്താണ് അതിൽ പോട്ടെ, അങ്ങനെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അവള് കല്യാണം കഴിക്കണതിന് മുന്നേ അഴിഞ്ഞാടാനും ഇതാക്കാനും നമ്മൾ പോയിട്ടില്ല, പോവില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് വിടുവില്ല. അതൊന്നും നമുക്ക് അറിയൂല. അതൊക്കെ നിങ്ങളെ വീട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയേണ്ട കാര്യം എന്നല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം പറയണ്ടേ വല്യുമ്മച്ചി, സോറി എന്റെ ഉമ്മച്ചി. അവിടെ ബിഗ് ബോസിനകത്ത് ഞങ്ങൾ സ്വഭാവം എന്താന്ന് മനസ്സിലായി, ഡയലോഗടി കേട്ടിട്ട് സംഭവം മനസ്സിലായിട്ടുണ്ട്. പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇപ്പൊ ഉമ്മച്ചി പറയുമ്പോഴൊക്കെ ഞാനൊക്കെ അറിയുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ. എന്തായാലും ഉമ്മച്ചി വിശ്വാസം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയില്ല, നമ്മൾ മുത്തുനെ ഞങ്ങൾ എല്ലാരും വിളിക്കാം. നമുക്കറിയില്ല മുത്തു എന്താണെന്ന്. മുത്തു പോകുമ്പോ നമ്മളോട് പറഞ്ഞതല്ല ഉമ്മ, അതൊക്കെ കേൾക്കും എല്ലാം, നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല. അവളൊരു എന്താ പറയാ സന്തോഷമല്ലേ ബിഗ് ബോസിൽ പോവാന്നല്ല, അവളൊരു സ്വപ്നല്ലേ, അതുകൊണ്ടല്ലേ നമ്മളെല്ലാരും പറഞ്ഞയച്ചത്. ആദ്യം മനസ്സിലാക്കി അവളൊരു സ്വപ്നമായിരുന്നു അത്. അടുത്ത ആഴ്ച ഈ വിഷയം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ മോളെ നീച്ചു സ്വപ്നത്തിൽ നീച്ചോ, അത് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ സമാധാനിപ്പിക്കണേ. ഓൾറെഡി അറിയാത്രേ ഇവിടുന്ന് പോയാൽ എന്തായാലും നെഗറ്റീവ് കേൾക്കും എന്നുള്ളത്. അതായത് മുൻധാരണയോട് കൂടി തന്നെ മുൻവിധിയോട് കൂടിയിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. എന്തായാലും ഉറക്കത്തിൽ ഉണരുമ്പോ പറഞ്ഞ ആളായിട്ട് അത് സ്വപ്നമായിരുന്നു എന്നുള്ളത്. അവൾ അറിഞ്ഞിട്ടുണ്ട്. അവള് ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ്. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല, എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ. തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവരും ചെയ്തതുപോലെ തന്നെ അവളും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. തെറ്റ് തെറ്റാണ് ഉമ്മ. തെറ്റ് മറ്റൊരാളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും തെറ്റ് തന്നെയാണ് എന്റെ പൊന്നുമ്മച്ചി. മക്കള് തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ തിരുത്താനും പറ്റാത്ത അവസ്ഥയായി. അതിന്റെ ഉള്ളിൽ എന്ത് കാണിച്ചാലും നമുക്കൊന്നും പറയാനും കഴിയില്ല. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റുമോ അതും എനിക്കറിയില്ല. കാരണം അത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്താ ചെയ്യ.
പക്ഷെ നിങ്ങൾ എല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ. ഞാൻ ചോദിച്ചു എന്താണ് എല്ലാരും മക്കളെമാരി തന്നെയാണ് എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് പറയരുത്. എല്ലാവരെയും മക്കളെ പോലെ തന്നെയാണ് എന്റെ മക്കളെയും പഠിപ്പിച്ചിട്ടുള്ളത് പറയരുത്, ദയവ് ചെയ്ത് പറയരുത്. അത് ഇനിയിപ്പോ അതിനകത്തെ കിച്ചണത്തെ ടാസ്കിന്റെ കാര്യം മാത്രമല്ല, റിയൽ ലൈഫിലും അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് എന്റെ പൊന്നുമ്മച്ചി. അതായത് ഇപ്പൊ ഏതൊരു പയ്യന്റെ പേരിന് ഇടക്കിടക്ക് കൂട്ടി വെച്ച് പറയുന്നുണ്ടല്ലോ, ഈ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിരളമായിരിക്കും. എല്ലാവരും അതേപോലെ അല്ല. മക്കൾക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു പ്രേമുണ്ട് എന്ന് പറയുമ്പോൾ ആ മോളെ എന്നാ നാളെ കറങ്ങാൻ പോയിക്കോ, അങ്ങനെ ആയിക്കോ, അങ്ങനെ പോയിക്കോ എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞേട്ടാ, ഇത് ഒരു ബഹുവൽക്കരിച്ച് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ഏതൊരു മാതാപിതാക്കളാണ് സ്വന്തം മക്കളെ വേണ്ടാത്തതിലേക്ക് ആരും പറഞ്ഞേക്കൂല. ഇല്ലല്ലോ, ആരും പറഞ്ഞേക്കൂലല്ലോ. അത് മതി, അത് അറിഞ്ഞാ മതി, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു വലിയ മെസ്സേജ് ആണ്. നിങ്ങളുടെ മക്കള് ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ പോവാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. വേറൊന്നും ഞാൻ പറയുന്നില്ല, അത് കറക്റ്റ് വാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സമൂഹം എന്താ നമ്മുടെ സമൂഹം എങ്ങനെ? അതെന്നെ പിക്കും ചോദിക്കാളു, എന്താ നമ്മുടെ സമൂഹം എങ്ങനെ അല്ലേ? ചെറിയ പ്രായത്തിൽ +1 ഒക്കെ പഠിക്കുമ്പോൾ ഇതിനൊരു പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എതിർക്കേണ്ട കാര്യം എന്തുള്ളത്? ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് കണ്ട ഇവർക്ക് ഇപ്പൊ എന്താണ് ഈ സമൂഹം ഇങ്ങനെ? പ്രായത്തിൽ മൂത്ത ഒരാളെ പട്ടി എന്ന് വിളിച്ചപ്പോ എന്താ കുഴപ്പമുള്ളത്? അച്ഛനെ ഏടാന്ന് വിളിച്ച പോടാന്ന് വിളിച്ച എന്താ തെറ്റുകൾ? എന്താ സമൂഹം നന്നാവാത്തേ എന്റെ പൊന്നുമക്കളെ? എന്താണ് ഈ സമൂഹം ഇങ്ങനെ? എന്തായാലും പാവം, ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ദയവ് ചെയ്ത് പരമാവധി റെനക്ക് വോട്ട് കൊടുക്കണം കേട്ടോ, എങ്ങനെയെങ്കിലും അവിടെ നിലനിർത്തണേ. അത്രേ പറയുന്നുള്ളൂ. ടിവിയുടെ ഓളയും കുറച്ചിട്ട് കണ്ടാതിട്ടാ. ഈ തട്ടിടുന്ന ആൾക്കാർ, കുറെ തട്ടിട്ട് നിസ്കരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മനസ്സ് നല്ലതാണോ? അവർ നിസ്കരിച്ച് ഷോളൊക്കെ ഇട്ട് നല്ല അറിവിലൊക്കെ നടന്ന് ഇവിടെ കെട്ടത് അവിടെ പറയാ അവരെ കുറ്റം. അടുത്ത വീട്ടിൽ എന്താന്ന് എടുക്കണം. ഇവർ ഇങ്ങനെയുള്ളത് നമ്മളെ മനസ്സാണ്. കുറെ ഷോൾ ഇട്ട് നടന്നിട്ടും കുറെ നിസ്കരിച്ചിട്ടും കുറെ പള്ളിയിൽ പോയിട്ടും കുറെ അമ്പലത്തിൽ പോയിട്ടും ഇതൊന്നും ആയിട്ട് കാര്യമില്ല. എന്ത് ചെയ്ത നമ്മളെ മനസ്സാണ് നന്നാവേണ്ടത്. നമ്മളെ മനസ്സ് നല്ലതാണോ? നമ്മളും നല്ലതാ. അതെ 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 അതെ. അവരിതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, ശ്രദ്ധിച്ചില്ലടാ, സോറിടാ. അതായത് ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ളത്. പടച്ചോനിൽ വിശ്വാസമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ തട്ടത്തിനെ കുറിച്ചിട്ട്, ഈ തട്ട എന്തിനാണ്? ഔറത്ത് മറയ്ക്കാനുള്ളതാണ്, തല മറയ്ക്കാനുള്ളതാണ്. അത് ഇസ്ലാം മതത്തിലുള്ള ഒരു കാര്യമാണ്. അതൊക്കെ പിന്തുടരുന്ന ഒരാളാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നില്ല, നിസ്കരിക്കുന്ന എല്ലാവരും നല്ലവരാണോ മോശക്കാരാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കറക്റ്റ് കാര്യമാണ്. പക്ഷെ ഒരു മതപരമായ കാര്യം ഇതിലേക്ക് വരുമ്പോൾ മതപരമായ ഒരു വീക്ഷണം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രീതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ലൈഫാണോ ജീവിക്കുന്നത്? അല്ല, എല്ലാം വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. അതിപ്പോ ഞാൻ ഇവിടെ പറയുന്നില്ല. ഉമ്മച്ചി എന്തായാലും പറഞ്ഞ വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ നല്ല സംസ്കാരത്തോട് കൂടിയിട്ടാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. എല്ലാവരും വളർത്തത് പോലെ തന്നെയാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. പിന്നെ TV ഷോയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിയൽ ആയിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്, അതൊന്നും റിയൽ അല്ല. അപ്പൊ നമ്മൾ കണ്ടതൊക്കെ എന്താണ്? അതാണ്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷം. സന്ദീപ് സൈനിങ് ഓഫ്.